ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗായ്സ്, എന്റെ കണ്ണൊക്കെ ഇപ്പൊ ശരിയായി. എനിക്ക് ഇങ്ങനെ കുറെ ദിവസത്തിന് ശേഷം ഇങ്ങനെ കണ്ണിൽ എന്താ പറയാ കണ്ണാടില്ലാതെ വീഡിയോ നോക്കണത് അല്ലേ? അപ്പൊ ഒരാഴ്ചയായിട്ട് അതാ ഞാൻ പറഞ്ഞത്, ഒരു ഭൂതക്കണ്ണാടി പോലത്തെ കണ്ണാടി മൂത്ത് നിറച്ചു. അപ്പൊ എന്തായാലും ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു കസിൻ അങ്ങ് തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം കസിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഉപ്പാന്റെ അനിയന്റെ മോൻ ഒക്കെ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ നമ്മളെല്ലാരും കാണാനായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഓന് എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് മൂന്ന് വീട് 3 ഭാഗത്തായോണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഒന്നിച്ച് കാണാന്നുള്ള പ്ലാൻ ചെയ്തിട്ട് നമ്മളിപ്പോ കോട്ടപ്പിടിക്കലാണ് ഉള്ളത്. നമ്മൾ വന്ന് നേരെ മമ്മീനെ പിക്ക് ചെയ്തു. ഇമ്മ ഏത് ഡ്രസ്സാ മാറ്റിട്ടുള്ളത്? എവിടോ കണ്ടു പറഞ്ഞ ഡ്രസ്സിലോ? എവിടെയും കണ്ടിക്കണോ ഡ്രസ്സ്? ഗൈസ്, എപ്പോഴും ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്നോട് പറയും ഇന്റോടെ വന്നാൽ എന്റെ ഡ്രസ്സ് മൊത്തം ഒരിക്കൽ എടുക്കലല്ലോ പണി അറിന്റെ അമ്മ. ഇപ്പൊ അതിന് ശേഷം വീട്ടിലേക്ക് വരാ, അവിടുന്ന് എനിക്ക് ഇത് കുറെ ദിവസമായിട്ട് കണ്ണച്ചതേന്ന് പൊക്കി അല്ലേ, ഒരു ദിവസം ഇട്ടിട്ട് തരാറുണ്ടോ മേടിച്ച. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഫുള്ള് എനിക്കാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഓരോ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അപ്പോൾ ഓനായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയില്. എന്തല്ല സുഖണ്ടോ? ഇതാണ് എന്റെ കസേര. എന്താണ് പേര് സഹോദര? എന്താ മടി? എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ്. അല്ല ദിൽഫാൻ ചാനെ മൂടി ശരിയാക്കണ്ടേ? സ്കൂൾ തുറക്കാനായി. ആന്നേ സൈഡ് എടുക്കൂ, സൈഡ്. ആ താടി രസം കേട്ടോ, ഒരു രസമില്ല. മറ്റേ ചമ്മരിയാടി പൂക്കില്ലേ രസം? എന്റെ കുട്ടി പിന്നെ എങ്ങനെയായാലും ഭംഗിയാ. ഷോ അടക്കി. ഞാനും പിന്നെ നമ്മൾ കെട്ടിച്ചോടത്തായിരുന്നു കേട്ടോ. പിന്നെ ഇമ്മ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. ഉമ്മനെ ഈ പണിക്ക് പോയിങ്ങാണ്ട് 4 മണി ആ ഒരു ടൈം ആവും വരണമെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഹോട്ടലിൽ വെച്ച് കാണും ഫുഡൊക്കെ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്ഥലത്ത് കണ്ട വന്ന്. അവിടെ നല്ല കാര്യമായ വർത്താനത്തിലാണ്. മത്തനല്ല ദിൽബിന്തി, അത് വെണ്ടക്കാണ്. വെണ്ടക്ക തിരിച്ചാണ്ട് വെണ്ടക്കന്റെ ഷേപ്പ് കണ്ട പോലും അറിയില്ലല്ലോ. എന്താ വെണ്ടക്ക ഞാൻ കണ്ടില്ല. ടീഷർട്ട് മാറ്റിയാണ് സാർ. അങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ തൊള്ളോണ്ട്. എങ്ങനെ എത്ര ഉണ്ട്? ഇതെന്താ തൊപ്പിടണേ? എനിക്ക് മുടിഞ്ഞേന്ന് അത് തൊപ്പി അഡിക്റ്റായി. മുടിയില്ലായിട്ടല്ലേ ജെല്ലില്ലാതെ മുടി കസണ്ടിയാവൂലേ കുറച്ചുകൂടി കഴിഞ്ഞാൽ? അജുവിന് അനുഭവമുള്ള എന്നിട്ട് ട്രാൻസ്പ്ലാന്റ് ആണ്. മഹർ ഇന്ത്യയോടെ കൊണ്ടുവരുന്ന നമുക്ക് കിട്ടണേ മാറ്റൊക്കെ. ഞങ്ങൾക്ക് ആദ്യം അറിയാം എന്റെ പെണ്ണുങ്ങൾ എങ്ങനെയാന്നുള്ളത്. ഇതാണ് ഇനി അറിയാനുള്ളത്. ഇനിയും പഠിക്കാനിരിക്കുന്ന രമണ. ഡാമേജ് പറ്റി, ഇനി റിട്ടേൺ ഇല്ല. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഞാൻ ആക്കി തരുന്നുണ്ട്. ഇങ്ങനെ അവൻ പോവുകയാണ്.
തുറന്നു ഇറങ്ങണ വണ്ടി എടുക്ക്. അപ്പൊ ഞാൻ എന്നാ വരൂ. ഉറപ്പ്. അടുത്ത മാസം പോണം. അപ്പൊ ഓക്കെയാണ്. കസിനോട് നമ്മൾ പറഞ്ഞതാണ് കോട്ടക്കുന്നൊക്കെ പോയിട്ട് പോവാന്ന്. പക്ഷെ ഓനക്ക് തൃശ്ശൂർക്ക് എത്താനുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റൺ ചെയ്യാനുള്ളതുകൊണ്ട് ഓൻ വേഗം പോയിട്ടുണ്ടായിരുന്നു. ഓൻ അങ്ങനെ പോയിന്റ് പിന്നാലെ തന്നെ നമ്മളെല്ലാവരും കൂടി കോട്ടക്കുന്നിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഇപ്പോൾ രാത്രി വീട്ടിലിരിക്കാൻ തോന്നാറില്ല. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.